കോട്ടണിലുള്ള വൺ പീസ് ഡ്രസ്സും ഗൗൺസും ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മുടെ ഈ ക്ലൈമറ്റിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പാകത്തിനുള്ള മൽ കോട്ടൺ ഉണ്ട്, പ്യുവർ കോട്ടൺ ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് വൺ പീസ് ഡ്രസ്സ് ഉണ്ട്, ഫുൾ ലെങ്ത് ഗൗൺസ് ഉണ്ട്, എല്ലാം കോട്ടണിലാണ് വരുന്നത്. പ്രിയപ്പെട്ട എല്ലാവരെയും സുബ്ന സിൽക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ഇത്രയും ഐറ്റംസ് ആണ്, നോക്കിക്കോളൂ. നല്ല വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ആണ്, ഓരോന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഇത്രയും ഡിസൈൻസ് ആണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. അപ്പം നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് ഐറ്റം ഇത്രയും ഫ്ലെയർ വരുന്ന ഫുൾ ലെങ്ത് ഗൗൺ ആണ്. ഒരു ലൈറ്റ് ഗ്രേ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ മൽ കോട്ടണിലാണ് ഐറ്റം വന്നേക്കുന്നത്. ലൈനിങ് കൊടുത്തിട്ടുണ്ട്. യോക്ക് കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ പ്ലീറ്റ്സ് ആണ്, അതായത് ചെറിയ ബോക്സ് പ്ലീറ്റ്സ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. കുഞ്ഞു പ്ലീറ്റ്സ് അല്ല, ബോക്സ് പ്ലീറ്റ്സ് ആണ്. ഇത്രയും ഫ്ലെയറിലാണ് ഐറ്റം വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ്. നെക്ക് വരുമ്പം ഒരു വി പാറ്റേണിലാണ് നെക്ക് വരുന്നത്. അതിൽ തന്നെ ചെറിയ ബീഡ്സ്, അതായത് ക്രീം കളറിലെ ബീഡ്സിൻ്റെ വർക്ക് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. യോക്കിൽ അവിടെ ഇവിടെ സ്കാറ്റേർഡ് ആയിട്ട് റണ്ണിങ് സ്റ്റിച്ചും പോകുന്നുണ്ട്. ചെറിയ പേൾ വർക്ക്, ഗോൾഡൻ പേൾ വർക്ക്സും ഉണ്ട്. ചെറിയൊരു ടാസിൽസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്ലീവിൻ്റെ എൻഡിലായിട്ട് ലേസ് വർക്കും പോകുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഡീറ്റെയിൽസ്. ഇത്രയും ഫ്ലെയർ വരും, നല്ല ഫ്ലെയറിലാണ് ഈ ഒരു ഐറ്റം വന്നേക്കുന്നത്. യോക്ക് കഴിഞ്ഞാൽ ഇങ്ങനെ ബോക്സ് പ്ലീറ്റ് ആയിട്ട്, ബാക്കിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. സ്മോൾ തൊട്ട് ഡബിൾ എക്സലാണ് സൈസ് അവൈലബിലിറ്റി. അപ്പം ഞാൻ വേറെ ചെയ്തേക്കുന്നത് സ്മോൾ ആണ്. ഫസ്റ്റ് ഐറ്റം ഇതാണ്. നെക്സ്റ്റ് നല്ല മാംഗോ യെല്ലോ കളറാണ്. അതിനകത്ത് ഒരു റെഡ് പിങ്ക് കളറിലെ ത്രെഡ് എംബ്രോയിഡറി ആണ്, മെഷീൻ എംബ്രോയിഡറി ആണ് കൊടുത്തേക്കുന്നത്. യോക്ക് കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്ലെയറിലായിട്ട് വരുന്നതാണ്. ടയേർഡ് ആയിട്ടുള്ള ഡ്രസ്സാണ്. പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. 1022 ആണ് റേറ്റ് വരുന്നത്. മീഡിയം തൊട്ട് ഡബിൾ എക്സലാണ് സൈസ് അവൈലബിലിറ്റി. സ്ലീവ് വരുന്ന 3/4 സ്ലീവ് ആണ്. സ്ലീവ് എൻഡിൽ ഇങ്ങനെ ഒരു സിൽവർ ജരി വെച്ചിട്ടുള്ള കുറച്ച് വർക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. യോക്കിൽ പ്ലാക്കറ്റിലും അങ്ങനെ തന്നെയുണ്ട്. അവിടെ 2 ബട്ടൺ ഉണ്ട്. ഈ യോക്കിൽ ഇങ്ങനെ ഡിസൈൻ വന്നേക്കുന്നത് മൊത്തം സിൽവർ ത്രെഡ് വെച്ചിട്ടാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫുൾ ലെങ്ത് ഗൗൺ ആണ്. 1022 ആണ് റേറ്റ് വരുന്നത്. ലൈനിങ് ഇല്ല, കാരണം ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. നല്ല കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ്. മീഡിയം തൊട്ട് ഡബിൾ എക്സലാണ് സൈസ് അവൈലബിലിറ്റി. നെക്സ്റ്റ് ഒരു ഓഫ് വൈറ്റ് കളറിൽ വരുന്ന 46-47 ലെങ്ത് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ലിനൻ കോട്ടൺ ലിനനിൽ വരുന്ന ഒരു ഫ്രോക്കാണ്. ഓഫ് വൈറ്റ് കളറാണ്. ഇതിനകത്ത് ഇതിങ്ങനെ പീറ്റർ പാൻ കോളറിനൊക്കെ വന്നിട്ട് അവിടെ അതിൽ ലേസ് വർക്ക് പോകുന്നുണ്ട്. സ്ലീവ് എൻഡ് പഫ് സ്ലീവ് ആണ്. പഫ് സ്ലീവ് വന്നിട്ട് സ്ലീവ് എൻഡിൽ ലേസ് ഉണ്ട്. അല്ലാതെ തന്നെ ഈ ഒരു പ്രിൻസസ് കട്ട് പോലെ വന്നിട്ട് അവിടെ ലേസ് ഉണ്ട്. ഏറ്റവും താഴെയായിട്ട് ലേസ് ഉണ്ട്. ഇതിങ്ങനെ ഫ്ലെയറിൽ വരുന്ന ഒരു ഐറ്റമാണ്. പാനൽസ് അടിച്ചാണ് ഈ ഒരു ഫ്രോക്ക് വന്നേക്കുന്നത്. 948 ആണ് റേറ്റ് വരുന്നത്. ലൈനിങ് ഇല്ല. മോള് തൊട്ട് ഡബിൾ എക്സലാണ് സൈസ് അവൈലബിലിറ്റി. ഞാനിപ്പോൾ വേറെ ചെയ്തേക്കുന്നത് മീഡിയം ആണ്. മീഡിയം എന്ന് പറയുമ്പോൾ ആംപിറ്റ് ടു ആംപിറ്റ് 38 ആണ്. ഇതിൻ്റെ കൂടെ ഒരു ബെൽറ്റും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ സെയിം മെറ്റീരിയലിൽ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെസ്റ്റേൺ ഫ്രോക്കാണ്. ഞാനിതിപ്പോൾ ഒരു ലെഗിൻ്റെ കൂടെ പെയർ ചെയ്തുകൊണ്ട് സിംഗിളായിട്ട് വൺ പീസായിട്ട് ഇടാൻ പറ്റുന്ന ഫ്രോക്കാണ്. നമുക്കിത് ട്രഡീഷണലി യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഒരു സിംഗിൾ പീസ് ഡ്രസ്സാണ്. 1399 പ്യുവർ കോട്ടൺ, നല്ല കട്ടിയുള്ള കോട്ടൺ ആണ്. പക്ഷേ ഇത് ആക്ച്വലി ഇതൊരു ഓവർ സൈസ്ഡ്, നമുക്കിപ്പോൾ ഓവർ സൈസ്ഡ് ടീഷർട്ട്സ് ഒക്കെ വരുന്ന പോലെ ഓവർ സൈസ്ഡ് ഡ്രസ്സാണ്. ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് സ്മോൾ ആണ്. എന്നിട്ട് പോലും ഇതിങ്ങനെ ഭയങ്കര ലൂസ് ഫിറ്റിലാണ്. ഇതൊരിക്കലും നമുക്ക് ടൈറ്റ് ചെയ്തിടാൻ പറ്റില്ല. ലൂസ് ഫിറ്റിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗിൾ പീസ് ഡ്രസ്സാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. 1399. ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഒരു മാംഗോ യെല്ലോ കളറാണ്. ഇതിൻ്റെ ഒരു കളർ ചേഞ്ചും കൂടി ഉണ്ട്. 46-47 ആണ് ലെങ്ത് വരുന്നത്. ഇത് ഫുള്ളി ഓപ്പണബിൾ ആണ് കേട്ടോ. ഫുള്ളി ഓപ്പണബിൾ ആക്കാൻ പറ്റുന്ന ഡ്രസ്സാണ്. സിമ്പിളാണ്. ഇങ്ങനെ ക്ലോസ്ഡ് നെക്ക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു 2 പോക്കറ്റ്സ് ഉണ്ട്. അതിൽ തന്നെ ഇങ്ങനെ സ്മോക്കിംഗ് ഉണ്ട്. ബാക്കിൽ ഒരു സ്മോക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് കൈ നിൽക്കാൻ പറ്റും. ഫുൾ സ്ലീവ് ആണ് വരുന്നത്. സ്ലീവ് ഇങ്ങനെ ഗ്യാതേർഡ് പ്ലീറ്റ്സ് വന്നിട്ട് ഒരു പടി വന്നിട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഷേപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഓവർ സൈസ്ഡ് ആയിട്ട് ഇടുന്ന ഒരു ഡ്രസ്സാണ്. 1399 സ്മോൾ തൊട്ട് ഡബിൾ എക്സലാണ് സൈസ് അവൈലബിൾ. നെക്സ്റ്റ് ബ്ലാക്ക് ആണ്. അത് മെറ്റീരിയൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇതൊരു സെൽഫ് വീവിങ് പാറ്റേണും കൂടെ പോകുന്ന ഒരു മെറ്റീരിയലാണ്. കുറച്ച് റയോൺ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഫുള്ളി ഓപ്പണബിൾ ആണ്. 1399 സ്മോൾ തൊട്ട് ഡബിൾ എക്സലാണ് സൈസ് അവൈലബിലിറ്റി. ഇങ്ങനെ ഫുൾ സ്ലീവ് ആണ് വരുന്നത്. നെക്സ്റ്റ് മൽ കോട്ടണിൽ വരുന്ന ഒരു വൈറ്റ് ഡ്രസ്സാണ്. നല്ല ഫ്ലെയറിൽ വരുന്ന ഒരു വൈറ്റ് ഡ്രസ്സാണ്. ഇതിൻ്റെ യോക്ക് വരുമ്പം ലേസിൻ്റെ വർക്കും എംബ്രോയിഡറി വർക്കും മിറർ വർക്കും പോകുന്നുണ്ട്. ആ ഒരു സ്ലീവിലും ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കും ടാസിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. 1466. ഇത് പക്ഷേ സൈസ് അവൈലബിലിറ്റി വരുന്ന ലാർജ് തൊട്ട് ഡബിൾ എക്സിലാണ്. മൽ കോട്ടൺ ആണ്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. മൽ കോട്ടൻ്റെ കാര്യം ഞാൻ പറയാം. മൽ കോട്ടൺ എന്ന് പറയുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. നമുക്ക് ഈ ഒരു വെതറിൽ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ
മെറ്റീരിയലാണ്. പക്ഷേ ഇതിന് വാഷ് കെയർ കൊടുക്കണം. നമ്മൾ കയ്യിൽ വരുമ്പോൾ കുറച്ച് കട്ടി കുറവായിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും. കോട്ടൺ എന്ന് വിചാരിച്ചിട്ട് ആ കോട്ടൻ്റെ കട്ടി വിചാരിക്കരുത്. കാരണം മൽക്കോട്ടൺ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള, ഇപ്പം തന്നെ കാണുമ്പോൾ അറിയില്ല, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അത്രയും സ്റ്റിഫായിട്ട്, കോട്ടൻ്റെ അത്രയും സ്റ്റിഫായിട്ട് നിൽക്കത്തില്ല. അതുകൊണ്ട് തന്നെ വരുമ്പോൾ കയ്യിൽ കിട്ടുമ്പോൾ വിചാരിക്കരുത് ഇതിങ്ങനെ എന്താ ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നതെന്ന്. അങ്ങനെയാണ് മൽക്കോട്ടൺ വരുന്നത്. മൽക്കോട്ടൺ ഫാബ്രിക്കിലാണ് ഈ ഒരു ഐറ്റം വന്നേക്കുന്നത് തന്നെ. ലൈനിങ് കൂടി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് ആയ ഒനിയൻ പിങ്ക് കളറാണ്. സെയിം ആണ്, മൽക്കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത്. ഓരോ ലെയറിലും ഇങ്ങനെ ലേസ് കൊടുത്തിട്ടുണ്ട്. ആ ലേസ് തന്നെ യോക്കിലും സ്ലീവെൻറ്റിലും ഒക്കെ ഹെവി ആയിട്ട് വന്നിട്ടുണ്ട്. 1466 ലാർജ് തൊട്ട് XXL ആണ് സൈസ് അവൈലബിലിറ്റി. നെക്സ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് മൽക്കോട്ടണിൽ തന്നെ. ഇങ്ങനെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനുള്ള ഡ്രസ്സാണ്. കോട്ടൺ ആണ്, മൽക്കോട്ടൺ ആണ്. പിങ്കിനകത്ത് ഇങ്ങനെ പ്രിൻസ് വരുന്നതാണ്. ഫുൾ ലെങ്ത് ആണ്, ഫുൾ സ്ലീവ് ആണ്. കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഒരു യോക്ക് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഗ്യാതേർഡ് പ്ലീറ്റ്സ് വന്നിട്ട് ഇങ്ങനെ ഫ്ലെയർ ആയിട്ട് 6 മീറ്റർ ആണ് ഇതിൻ്റെ യൂസ് ചെയ്തേക്കുന്ന മെറ്റീരിയൽ. 1247 സ്മോൾ തൊട്ട് XXL ആണ് സൈസ് അവൈലബിലിറ്റി. സിമ്പിളായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഫാഷനിലുള്ള ഡ്രസ്സാണ് ഇതെല്ലാം. അപ്പോൾ ഐറ്റം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്